ചരു, റിസോർട്ടിൽ നടന്നു വെച്ച് നോക്കുമ്പോൾ ജിത്തുവിനെ ശ്രേയ മനഃപൂർവ്വം കുടിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രേയ പറഞ്ഞതുപോലെ ജിത്തു ഒരിക്കലും ഒരു സ്ത്രീയോട് മിസ്ബിഹേവിയർ കാണിക്കില്ല. എനിക്കതിൽ സംശയമുണ്ട്. ജിത്തു സാറിന്റെ പേരിൽ ഒരു തെറ്റുണ്ടാവില്ല. അരവിന്ദേട്ടനെയും ജിത്തു സാറിനെയും ഏരികേറ്റി വിട്ടത് ശ്രേയ തന്നെയാണ്. അരവിന്ദേട്ടന്റെ ശല്യം ഈ രാത്രി ശ്രേയയ്ക്ക് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെണ്ണ് ചെയ്യൂ? ശ്രേയ ചെയ്യുമൊക്കെ ചേട്ടാ. ആ പിശാശ് കാരണം ഇനി എന്തൊക്കെ ഉണ്ടാവുമോ? അവള് തീരുമാനിച്ചാലും നടത്തിയെടുക്കാൻ അവൾ എന്തും ചെയ്യുമെന്ന് നമുക്കറിയാലോ. അരവിന്ദേട്ടനെ ജിത്തു സാറിന്റെ ഇടയിലുള്ള പ്രശ്നം ഊതി പെരുപ്പിച്ച് ചെയ്ത പണിയാ. തമ്മി തല്ലിച്ചു. അവളുടെ മോഹം നടക്കാൻ പാടില്ല. എങ്ങനെയും അരവിന്ദേട്ടനെ പുറത്തിറക്കണം, കൂടെ ജിത്തുവിനെ. വേണമൊക്കെ ചേട്ടാ, ഈ രാത്രി തന്നെ അരവിന്ദേട്ടൻ ശ്രേയയുടെ റൂമിലെത്തണം. എത്തിച്ചേ പറ്റൂ. ശ്രേയയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. അതാ നമ്മുടെ ആവശ്യം. സാർ, എന്റെ മെക്കിട്ട് കയറിയവനാ സാർ. ഇവനെ മാത്രം കൊണ്ടുവരേണ്ടതിന് പകരം എന്നെ കൊണ്ടുവന്നത് ശരിയായില്ല. ഉടക്കുമായി വന്നത് നീയാ. ആദ്യം എന്നെ കൈവച്ചതും പിന്നെ എനിക്ക് നോക്കിക്കാൻ പറ്റുമോ? ഇനി പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയുണ്ടല്ലോ, ഞാൻ വെറുതെ കൈ കണ്ടി നോക്കിയേക്കില്ല. ആണോ? നീ എന്ത് ചെയ്യൂടാ? കാണിക്കണം, കാണിക്കാൻ. സ്റ്റോപ്പ്. ഇതൊരു പോലീസ് സ്റ്റേഷനാ. മാനേജർ, റിസോർട്ടിനുണ്ടായ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽസ് എഴുതി പരാതി കൊടുക്കുക. ശരി സാർ. രാഷേ, രണ്ടിനും അഹങ്കാരം ഇത്തിരി കൂടുതലാ. സ്റ്റേഷൻ എന്താണെന്നും പോലീസ് ആരാണെന്നും രണ്ടിനും മനസ്സിലാക്കി കൊടുക്കുക. അയ്യോ, രണ്ടും ജയിലിൽ കിടന്നങ്ങ് അനുഭവിക്കട്ടെ. സർ, FIR ഇടരുത് പ്ലീസ്. പിന്നെ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇപ്രാവശ്യം മാപ്പ് കൊടുത്ത് രണ്ടുപേരെ ഒന്ന് വിടണം. നിങ്ങൾ ഇവരുടെ ആരാ? സർ, അരവിന്ദന്റെ ചേട്ടനാ. ജിത്തുവും ഞങ്ങളും റിസോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാ. ജിത്തുവിൻ്റെത് നല്ല ക്യാരക്ടറാ. എന്താ പേര്? ആകാശ്. സി മിസ്റ്റർ ആകാശ്, ജിത്തു നല്ല സ്വഭാവമുള്ള ആളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ സർ. നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് വളരെ മോശമായി പെരുമാറിയെന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. അത് സർ, അരവിന്ദേട്ടൻ ജിത്തുവിനെ തെറ്റിദ്ധരിച്ചതാ. ആകാശിന്റെ ചേട്ടൻ അരവിന്ദ് മാത്രമല്ല, ഇയാളുടെ ഭാര്യയും ജിത്തുവിന്റെ പേരിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിലിരിക്കുന്നവർക്ക് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ രണ്ടുപേരും ജിത്തുനെ മനസ്സിലാക്കാതെയാണ് പറഞ്ഞത്. സർ, കേസൊന്നും വേണ്ട പ്ലീസ്. ഈ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം. നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്യുന്നു, എന്നാൽ ഇവർ സ്റ്റേഷന് വന്നപ്പോ തൊട്ട് പ്രശ്നമാ. എങ്ങനെ വിട്ടയക്കാനാ? ഇനി അരവിന്ദേട്ടനും ജിത്തുവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പുതരാം. പ്ലീസ് സർ, ഇവരെ വിടണം. റിസോർട്ടിന്റെ മാനേജർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാനേജറോട് ഞങ്ങൾ സംസാരിച്ചോളാം സർ. സർ, കംപ്ലൈന്റ് കൊടുക്കരുത്. ഇതൊരു ചെറിയ വിഷയമല്ലേ? അതെ, FIR ഇട്ട കേസാവും. അത് നിങ്ങളുടെ റിസോർട്ടിനെ കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ? ഓക്കെ സാർ, ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരും റിസോർട്ട് വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കരുത്. ദേ, രണ്ടുപേരോടും പറയുവാ, റിസോർട്ടിൽ ചെന്ന് അടുത്ത കുഴപ്പമുണ്ടാക്കരുത്. മനസ്സിലായല്ലോ? ഇപ്പൊ ചെയ്തത് തെറ്റാണെന്ന് മാപ്പ് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. സർ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പിന്നെന്തിനാ മാപ്പ് എഴുതി തരുന്നത്? ഇവനാ എല്ലാത്തിനും തുടക്കമിട്ടത്. മാപ്പ് എഴുതി തരേണ്ട ഞാനല്ല, ഇവനാ. സാർ, എന്റെ മേഡം പറഞ്ഞില്ലേ ഇവനാ ചീപ്പായിട്ട് പെരുമാറിയെന്ന്. ഇനി മേല ഒരു പെണ്ണിനോടും അങ്ങനെ പെരുമാറില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഇന്ന് മാപ്പ് എഴുതി മേടിക്കണം സാർ. എന്റെ മേഡം ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫീസറാ. നിന്റെ ഭാര്യ ഹൈ പൊസിഷനിലാണെന്ന് വിചാരിച്ചിട്ട് തോന്നിയാസം വിളിച്ചു പറയാവോ? അവളുടെ കാലും പിടിച്ച് നടക്കുന്ന നീയല്ലേ? അടിമക്കണ്ണൻ, പെങ്കോന്നൻ.
പെൺകോന്നോ? അവന്റെ ഒരു ഹലോ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ചെയ്യാം മാഡം. നിങ്ങൾ ഇവരുടെ പേര് പരാതി എഴുതിക്കോ. ഓക്കെ സാർ. സർ പ്ലീസ് സർ സർ പ്ലീസ് സർ പ്ലീസ് സർ ഡോ രണ്ടിനും പിടിച്ച് ലോക്കപ്പ് ഇടൂ. അയ്യോ അക്കുച്ചേട്ടാ പറ. സർ സർ ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, രാവിലെ വന്നാ മതി. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ചെല്ല്. വാ. അക്കുച്ചേട്ടാ അവരെ വിടാന്ന് പറഞ്ഞ എസ് ഐ സാറ് ഫോൺ വന്നതോടുകൂടി സ്വഭാവം മാറി. ആരായിരിക്കും വിളിച്ചത്? മാഡം എന്നല്ലേ പറഞ്ഞത്? മനസ്സിലാക്കിക്കൂടെ ആരാണെന്ന്? ശ്രേയാണോ? അതെ, വേറെ ആര് വിളിക്കാൻ? ആ പിശാശ് കാരണം ഇനി എന്തൊക്കെ ഉണ്ടാവുമാവോ? സർ അവരെ വിടാൻ തീരുമാനിച്ചല്ലേ, പിന്നെന്തു പറ്റി? ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യ തന്നെയാ വിളിച്ചു പറഞ്ഞത്. രണ്ടുപേരെയും രാത്രി മുഴുവൻ ലോക്കപ്പിലിട്ട് രാവിലെ വിട്ടാ മതി എന്നാ പറഞ്ഞത്. അനുസരിച്ചില്ലെങ്കിൽ SP കൊണ്ട് വിളിപ്പിക്കുമെന്ന്. മേഡം നിയമത്തിന്റെ വഴിയെ പോകുന്നാ തോന്നുന്നേ. സോറി. ഞാൻ പറഞ്ഞില്ലേ കാക്കോത്തി, ശ്രേയ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാൻ. അവൾ മനസ്സിൽ വിചാരിച്ച് നടക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവനും ലോക്കപ്പിലിട്ടു. എങ്ങനെയെങ്കിലും അവരെ നിറക്കാൻ നോക്കണം. ഇപ്പൊ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. വാ. ഇല്ല അതൊന്നും വേണ്ട. ആ ഓക്കെ. ആ അതെനിക്കറിയില്ലേ. കണ്ടോ കാക്കോത്തി, ഭർത്താവ് ലോക്കപ്പിൽ കിടക്കുക. അതിന്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അവൾക്ക്? ആരോട് ചിരിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുക. തിരിച്ച് സംസാരിക്കാതെ അവളെ നെഞ്ചത്തടിച്ച് കരയെന്ന് വിചാരിച്ചോ?